മന്ത്രിതല ഉപസമിതി തയ്യാറാക്കിയ ആക്ഷൻ പ്ലാൻ ഫലപ്രദമായി പ്രാവർത്തികമാകുന്നുണ്ട് എന്നാണ് ഇന്നലത്തെ വിലയിരുത്തലിൽ ഉണ്ടായത്. നമ്മൾ നിശ്ചയിച്ച പ്രകാരം എല്ലാ സേനാ വിഭാഗങ്ങളും സന്നദ്ധ സംഘടനകളും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ ഫലമായി കുറേ പേരെ ജീവനോടെ രക്ഷിക്കാനും മറ്റ് മൃതദേഹങ്ങൾ കണ്ടെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആക്ഷൻ പ്ലാനിൽ മാറ്റം വരുത്തേണ്ടതെന്നാണ് ഇന്നലെ തീരുമാനിച്ചത്. അതേ തോതിലുള്ള പ്രവർത്തനം ഇന്ന് നടക്കുകയാണ്. കാലാവസ്ഥ ഇതുപോലെയാണെങ്കിൽ നമുക്ക് ആ തിരച്ചിൽ പ്രവർത്തനം കുറച്ചും കൂടി കാര്യക്ഷമമായി നടത്താൻ വേണ്ടി കഴിയും. ഇന്നലെ ഇടക്കിടക്ക് കാലാവസ്ഥ പ്രതികൂലമാവുകയും അങ്ങനെ ഒരു തടസ്സം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ചുകൊണ്ടാണ് നമ്മുടെ സേനാ വിഭാഗം, അപ്പം ഞാൻ പേര് പറഞ്ഞില്ല, ഇവിടെ ഒരു സേനയേ ഉള്ളൂ, ഒറ്റ ഒരു മനുഷ്യൻ, ഒരു യോദ്ധാവ്. അത് സൈന്യമാവട്ടെ നേവി ആവട്ടെ എന്താവട്ടെ അങ്ങനെയില്ല, എല്ലാവരും ഒന്നാണ്. ആ നിലയിലുള്ള പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തനം സംബന്ധിച്ച് തൃപ്തികരമായ ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ജനങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് കുറേ കൂടി സഹകരണ മനോഭാവം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഒറ്റപ്പെട്ട കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിനെ പെരുപ്പിച്ച് കാട്ടി പറയുന്നതിന് പകരം ഉത്തരവാദപ്പെട്ട കേന്ദ്രത്തിൽ അറിയിച്ച് പരിഹാരം കാണാനുള്ള ശ്രമമാണ് വേണ്ടത്. ചിലപ്പോൾ ഉണ്ടാവും കാരണം ഇത്രയും വലിയൊരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന ഘട്ടത്തിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ന്യൂനതകൾ, മനുഷ്യസഹജമായ ന്യൂനതകൾ ഉണ്ടാവും, ഇല്ലയെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ആ ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കാതെ ഉത്തരവാദപ്പെട്ട കേന്ദ്രത്തിൽ അറിയിച്ച് പരിഹാരം കാണുന്ന ഒരു പ്രക്രിയയിലേക്ക് പോകണം. മാധ്യമപ്രവർത്തകരും ദയവായി ആ ഒരു മെക്കാനിസം സ്വീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കെല്ലാം അനുഭവം ഉണ്ടാകും. ഷിറൂരിലെ അനുഭവം 3.5 കിലോമീറ്റർ ദൂരത്തിൽ പട്ടാളം ഏറ്റെടുത്തിട്ട് ഒരു മനുഷ്യനെ അങ്ങോട്ട് കടത്തിയില്ല. ഇവരൊക്കെ അവിടെ പോയിട്ട് നടന്ന് മടങ്ങി വന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ നിയന്ത്രണമൊന്നുമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ സ്വയം നിയന്ത്രണം പാലിച്ച് കഴിയുന്നത്ര അനുകൂലമല്ല ഈ പ്രവർത്തനം നടത്താൻ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.